നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒരു സൂസൈഡിലേക്കാണ് ഇടുന്നത്. നിങ്ങൾ എന്നെ അത്രക്കും ഇതാക്കുന്നുണ്ട്. എന്നെ അത് പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലിൻ്റെതായ രീതിക്ക് ഞാൻ എടുക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. വീഡിയോയുടെ ക്ലാരിറ്റി തരാമോ? എടാ ആ വീഡിയോയുടെ ക്ലാരിറ്റി എടാ ആ വീഡിയോയിൽ ഓക്കെ, ഷഫ മഹ്നു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത് അവർ തന്നെ ഒരു 10 മിനിറ്റിൽ എല്ലാം പറഞ്ഞു തീർക്കുന്നുണ്ട്. അത് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു യൂട്യൂബറുടെ ഒരു കാര്യം പറയുകയാണ്. പൊന്നു യൂട്യൂബറെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ഒരു ചിത്രം വെച്ച് തരാം. എൻ്റെ പൊന്നു സുഹൃത്ത്, ഒരു കാര്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത്തിരിയെങ്കിലും മാന്യത വേണം. അതായത് നമുക്ക് എപ്പോഴാണ് ഇങ്ങനെയുള്ള ദുരന്തം വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷഫയുടെയോ അല്ലെങ്കിൽ ഇതെന്ന് ഞാൻ പറയുന്നില്ല, പെണ്ണ് കേസ് എന്ന് പറയുന്നില്ല, നമുക്കും ഒരു ദുരന്തം വേറെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വേറുള്ളവർ അത് അങ്ങനെ റിയാക്ഷൻ ചെയ്താൽ എന്താവും അവസ്ഥ? ഈ ചങ്ങായി നമ്മുടെ കൈസിനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷേ കൈസ് ഷഫയുടെ ആ ഒരു റിയാക്ഷൻ ചെയ്തത് എനിക്ക് പേഴ്സണലി ഒരിത്തിരി പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അത്രയും ചിരിച്ച് ആഘോഷിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അത് തെറ്റാണ്. ഷഫ ചെയ്യുന്നത് ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഷഫ അങ്ങനെ ചെയ്തത് അത് വീഡിയോ ആണോ, ഉള്ളതാണോ ഇല്ലാത്തതാണോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. ആരെയും ചതിക്കരുത്, ഭർത്താക്കന്മാരൊന്നും ചതിക്കരുത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനിട്ടിട്ട് ആഘോഷിക്കുന്നതല്ല എന്ന് പൊന്നു യൂട്യൂബറിനോട് സ്നേഹപൂർവ്വം പറഞ്ഞിട്ട് എന്താണ് ഇന്ന് ഷഫ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞത് നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ലല്ലുവിൻ്റെ വീഡിയോ മറ്റേ വീഡിയോ മറിച്ച വീഡിയോ നിങ്ങൾക്കൊന്നും കാണാവില്ല ഇതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കാൻ. ലല്ലുവിന് കെട്ടിക്കൂടെന്ന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് കെട്ടണമെങ്കിൽ എനിക്ക് എപ്പോഴേ അവനെ കെട്ടാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു കുഴിയിൽ നിന്നെടുത്ത് ഒരു കുഴിയിലേക്ക് മാറി ആ കുഴിയിൽ നിന്നെടുത്ത് പടുകുഴിയിലേക്ക് ഞാൻ പോകണോ? നിങ്ങളൊന്ന് പറ, ഞാൻ ഇനി പടുകുഴിയിലേക്ക് പോകണോ? ഈ കുട്ടീനെ വെച്ച് ഞാൻ ഇനി പടുകുഴിയിൽ പോയിട്ട് ഞാൻ ഇനി എൻ്റെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണേ? മെഹനു എവിടെ? എനിക്കറിയത്തില്ല. അത് എന്നോട് ചോദിക്കണം എന്തിനാ? നിങ്ങൾ മേനു കരയുന്നതും എല്ലാം നിങ്ങൾ അറിയില്ല. അപ്പോൾ മേനോടുത്ത് ചോദിച്ചോളൂ. മേന എല്ലാവർക്കും റിപ്ലൈ തരും. എത്ര ചെറിയ ഏജിൽ ഹൗ ടു മാനേജ്. അതന്നെയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്ക് വന്നിരുന്ന് വീഡിയോ ചെയ്ത് പറയാ, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒരു സൂസൈഡിലേക്കാണ് ഇടുന്നത്. നിങ്ങൾ എന്നെ അത്രക്കും ഇതാക്കുന്നുണ്ട്, എന്നെ അത്രക്കും ഹേർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിലപ്പുറം കരഞ്ഞു പറയാം. മേനു എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് ഗർഭിണിയായപ്പോൾ എന്നെ ചവിട്ടി കൂട്ടി എല്ലാം എനിക്ക് വന്നിരുന്ന് കരഞ്ഞു പറയാം. മനസ്സിലായോ? എനിക്ക് അങ്ങനെ സിമ്പതി ആരെയും വാങ്ങണ്ട. ഞാൻ എങ്ങനെയാണോ ഞാൻ അതുപോലെ തന്നെ ഉള്ളൂ. ഞാൻ കരയുന്നുണ്ടോ ഞാനത് എൻ്റെ റൂമിൽ ഞാൻ കരഞ്ഞു തീർക്കും. എൻ്റെ പേഴ്സണൽ കാര്യം ഉണ്ടോ ഞാൻ എൻ്റെ റൂമിൽ തീർക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. മേനുമായിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്കത് അവിടെ അങ്ങനെ ഒതുക്കാനാണ് ഇഷ്ടം. ഇപ്പം നമ്മൾ ഈ ഒരു മീഡിയയിലുള്ളവരാണ് എല്ലാം നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ലിമിറ്റുകളുണ്ട് ലൈഫിൽ. മനസ്സിലായല്ലേ? ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണം നിങ്ങളെ കാണിക്കാൻ പറ്റുമോ? അതുപോലെയാണ് കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. അത് നിങ്ങൾ ഈ കുത്തി ചോദിച്ചിട്ട് കാര്യമില്ല. അത് പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലിൻ്റെതായ രീതിക്ക് ഞാൻ എടുക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ സത്യം പറയും, ഈ ലൂപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ നോക്കുന്ന ഒരാളാണ്. എനിക്ക് ഇതിൽ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ മാക്സിമം ഞാൻ ഫാമിലി വീഡിയോസ്, ഞാൻ നിങ്ങൾക്കറിയാം എനിക്ക് കുട്ടിയായിട്ടുള്ള വീഡിയോസ്, ഇപ്പോൾ കുട്ടിയായിട്ട് പോലും ഞാൻ വീഡിയോസ് ചെയ്യാറില്ല. ഞാൻ വീഡിയോസ് തന്നെ ചെയ്യൽ കുറവാണ് ഇപ്പോൾ. ആ വീഡിയോയുടെ ക്ലാരിറ്റി തരാമോ? എടാ ആ വീഡിയോയുടെ ക്ലാരിറ്റി എടാ ആ വീഡിയോയിൽ തല കാണുന്നുണ്ടോ? എന്തോ ആയിക്കോട്ടെ, അത് ആ വീഡിയോ ഇട്ടവൻ ആരാ? അവനോട് അന്വേഷിക്കുക. ആരാണ് അവനിക്ക് ആ വീഡിയോ ഇട്ട് കൊടുത്തത്? അവർക്കറിയാലോ കഥ എന്താ സംഭവം എന്ന്. അതെന്താ ചെയ്യുക? ലല്ലുവിന് ഒന്നും പോവാനില്ല. അവനിക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം. അതന്നെ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ ഗോസിപ്പ് അന്വേഷിക്കാൻ നെഗറ്റീവ് എത്ര പോസിറ്റീവ് വീഡിയോ ഇപ്പോൾ നമ്മളെ പറ്റി ഇട്ടാലും അതാരും ചോദിക്കൂല. എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ അപ്പം തണ്ടി ചോദിക്കാൻ വരും. എന്നെ എൻ്റെ വഴിക്ക് വിട്ടുവിടും. അവരാണ് മീൻസ് ആർക്ക് ഇപ്പോൾ ഫസ്മീനെ വീഡിയോ ഇടുന്നുണ്ടോ? മേന നല്ലോണം വീഡിയോ ഇടുന്നുണ്ട്. ഇതിൽ വെച്ച് നല്ലോണം റീച്ച് ആക്കാൻ നോക്കുന്നുണ്ട്. മേന് വീഡിയോ ഇടുന്നുണ്ട്. ലല്ലു വീഡിയോ ഇടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇടുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി ഞാൻ ഇടുന്നില്ല. അപ്പോൾ എന്നെ വെറുതെ വിടുക. എനിക്കിതിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ വീഡിയോ ഇടാത്തത്. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പറഞ്ഞ് വീഡിയോ ഇടായിരുന്നു. ഞാൻ എന്തിനെങ്കിലും നിൽക്കുന്നുണ്ടോ? എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. ഫസ്മീനായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കിയത് നമ്മൾ തമ്മിലൊരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തല്ലുടുത്തത്തിൽ വെക്കാതിരിക്കാൻ വേണ്ടി, മനുഷ്യന്മാരാണ്, മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു തല്ലുടുത്തത്തിലേക്ക് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്മീനടുത്ത് ഞാൻ മിണ്ടിയത്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് മനസ്സിലാവൂല. ഇങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് എനിക്കറിയത്തില്ല. തളപതി വിജയ് മാസ്
ന്യൂസ് വീഡിയോസ് അത് അവരോട് ചോദിക്കടാ. ഇപ്പം ആരാ വീഡിയോ ഇട്ടേ, ഫസ്റ്റ് ആരാ വീഡിയോ ഇട്ടേ അവരോട് ചോദിക്കുക. അവൻ അതിൽ പറയുന്നുണ്ടല്ലോ ഏതോ ഒരു ലിങ്ക് വഴി വീഡിയോ ഇട്ടിന്ന്. ഏത് ലിങ്ക് വഴി വീഡിയോ ഇട്ടാ? ഫസ്മിനാനെ ഞാൻ കുറ്റം പറയത്തില്ല, ഫസ്മിന ജെന്യൂനാണ്. എന്നാലും ഓള് പാവാ. ലേലുവല്ലോ ലേലുവൊന്നും കേട്ടില്ല. ലല്ലു എവിടെ എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. എടാ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സ്നാപ്ചാറ്റിൽ ഫുൾ ടൈം അവൈലബിൾ ആണ്. നിങ്ങൾ മെസ്സേജ് അപ്പം തന്നെ റിപ്ലൈ തരും. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? ഓ ആ ഫോട്ടോ സോ റിച്ച്. ഓ ആ ഫോട്ടോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണം. ഓക്കെ, റിച്ച് അല്ലേ, സെറ്റ് അല്ലേ? ലല്ലുവിൻ്റെ വല്ല ഗേൾ ഫ്രണ്ട്മാരായിരിക്കും ഇരുന്നും ട്യൂഷൻ പറയണം, വേറെ ആരില്ല. ആ ഫോട്ടോ റിച്ച്. ഞാൻ പറഞ്ഞോ ഏന്നല്ലോ. എനിക്കതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. റിയൽ പ്രോബ്ലം എന്താ എന്നാണ് ചോദിക്കുന്നത്. അത് വീഡിയോസ് ഇടുന്നവരോട് ചോദിക്കുക. ഈ വീഡിയോസ് ഇടാത്ത എന്നെ പോലത്തെ വ്യക്തികൾ അതിൽ നിന്ന് മൂവ് ഓൺ ആയി അതിലേക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന എൻ്റെ അടുത്തേക്കൊക്കെ വന്ന് ചോദിക്കുന്ന എന്ത് കാര്യമുള്ളേ? ഞാൻ അതാ ചോദിക്കണേ. ഞാൻ അത് കണ്ടിന്യൂസ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്താണ് താ, അത് പറയൂത്താ, ഇത് പറയൂത്താ, നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരും. പക്ഷേ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ, അതിലേക്കൊന്നും എനിക്ക് നോക്കാനേ താല്പര്യമില്ലാത്ത എന്നെ പിടിച്ച് പിന്നെ അത് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാം? അപ്പോൾ ആ മാല, അതിൽ കാണുന്ന മാല ഞാൻ വോട്ടിങ്ങിന് പോയപ്പെട്ട മാല, ഇത് ഞാൻ അഴിച്ചു മാറ്റിയിട്ടില്ല. എനിക്ക് മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെ പേടിച്ച് നിൽക്കാനാണ് ഞാൻ ഇത് മാറ്റുക. ഫസ്റ്റ് ഞാൻ ഈ മാല മാറ്റത്തുള്ളൂ. ആണോ അല്ലേ നിങ്ങൾ പറ. ഇപ്പം എൻ്റെ ലൈവ് കാണുന്നവർ പറ. ലില്ലു അല്ലു ബേബിയോട് ഉറങ്ങാം. സെയിം മൈൻഡ് സെയിം നകുലൻ. ലല്ലു ചീറ്റഡ് ഓൺ യു. എന്നെ സ്നേഹിച്ച ഒരാളെ ഞാൻ ചീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. മാക്സിമം ഞാൻ കുറേ അവരിൽ നിൽക്കും, മനസ്സിലായോ? ചീറ്റ് ചെയ്യാൻ ഒരിക്കലും അത് അനുവദിക്കില്ല. മാനുവിൻ്റെ ലൈഫിൽ ഞാൻ പോയത്, മാനു എന്നെ ചീറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. മാനു മെസ്സേജ് അയക്കലുണ്ടായിരുന്നു, പിന്നെ മാനോട് ഉപദ്രവമാണ് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്, മനസ്സിലായ? അല്ലാതെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയും പിടിച്ചു. പക്ഷെ എനിക്ക് പീക്ക് ലെവലെത്തി, ഞാൻ എൻ്റെ എക്സ്ട്രീം ലെവലിലെത്തി, മനസ്സിലായ? സെയിം ഹെയർ ആൻഡ് സെയിം ചെയ്യണോ? എന്ത് ചെയ്യും? ഞാൻ ചെയിൻ ഇട്ടിട്ടില്ലല്ലോ. ഡോണ്ട് മൈൻഡ് എനിത്തിങ് സഫ്. അത്രേ ഉള്ളൂ. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലടാ. ഞാൻ ഇത് ബോധറേ ചെയ്യുന്നില്ല. ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്തിട്ട് ഞാനെന്താ ചെയ്യേണ്ട? ഞാൻ മരിക്കണോ? എനിക്കിങ്ങനെ ഇതായി എന്നും പറഞ്ഞിട്ട് എന്നെ പറ്റി ഇതാക്കുമെന്നും പറഞ്ഞിട്ട് വേറെ വഴി എന്തായാലും എനിക്ക് മരിക്കൽ തന്നെ എനിക്ക് വേറെ വഴിയുള്ളൂ. വേറെ ഒരു വഴി ഞാൻ കാണുന്നില്ല. മരിക്കാനാണ് എന്നെ കൊണ്ട് പറ്റില്ല മരിക്കാൻ. ഇത് സിൽവറാടാ. ആ മാല നിങ്ങൾ കണ്ടോ? അത് ഗോൾഡൻ ആണ്. അല്ല, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. മാലയുടെ വ്യത്യാസം പറഞ്ഞത് അത്രേ ഉള്ളൂ. യു ആർ നോട്ട് അലൈവ്. സോ ആലോചിച്ച് ഓരോ തീരുമാനം എടുക്കാം. നാട്ടുകാർ പലതും പറഞ്ഞിട്ട് നോക്കി, അത്രേ ഉള്ളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റി. പക്ഷേ മരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും പറയും, ഓ പാവം വേണ്ട, അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ കുട്ടീനെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് സെൻറ്റി അടിച്ച് വരും. ഒരുപാട് പേര് വരും സെൻറ്റി അടിച്ചിട്ട്. അവൾ ആ കൊച്ചിനെ വെച്ചിട്ട് ഇത്രയൊക്കെ അനുഭവിച്ചതില്ലേ എന്ന് പറയും. പക്ഷെ ആ സമയത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ സമാധാനം തരേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത കുറ്റം പറഞ്ഞിട്ട് ലാസ്റ്റ് മരിച്ചു കഴിയുമ്പോൾ സഹതപിച്ചിട്ട് കാര്യമില്ല. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെന്തിന് ഞാൻ മിണ്ടിയെന്ന് ഞാൻ പറയാൻ വന്നിട്ടില്ല, അവളും പറയാൻ വന്നിട്ടില്ല. അത് കുറച്ച് പേഴ്സണലാണ്. നമുക്ക് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പം എല്ലാ പേഴ്സണലും വന്ന് മീഡിയക്ക് മുന്നിൽ വന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവരും പോലെയല്ല എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു ബോയ് ഫ്രണ്ട് വരുമ്പോൾ മീൻസ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പ്രൈവറ്റ് ആയിട്ട് വെക്കുള്ളൂ. മൈ നെയിം ഈസ് നിർത്തിക്കൂടാ. ക്യാൻ ഐ വാച്ച് ബിഗ് ബോസ്? നിങ്ങൾ വാച്ചിക്കോ, നിങ്ങൾ വാച്ച്. അതിനായിട്ട് കൂട്ടായോ? എടി സാലിഹ് മോനെ വീട്ടിൽ പോയി ഉണ്ടാക്കട്ടോ. ഓളായിട്ട് ഇനി കമ്പനി കൂടില്ല എന്ന് പറയുന്നത്. എടാ, മനുഷ്യ സഹജം. മനുഷ്യനാണ്. ഇന്ന് പറഞ്ഞതായിരിക്കുമല്ലോ ചിലപ്പോൾ നാളെ. ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുമ്പോൾ പറയും, ഇനി ഞാൻ കെട്ടത്തില്ല എന്ന് പറഞ്ഞ ആളെന്ത് വേറെ കെട്ടൂലേ?
ഞാൻ പറഞ്ഞ് ബീഫ് കഴിക്കാത്ത ഒരാളാണ്. ഞാൻ ബീഫ് കഴിക്കലേ ഇല്ലായിരുന്നു. ബീഫ് കഴിക്കലെന്ന് പറഞ്ഞാൽ തൊടയില്ല. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഞാൻ ബീഫ് കഴിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ കഴിക്കും. അതെന്താ? അതങ്ങനെയാണ്. മനുഷ്യത്തിന് സാഹചര്യം അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ മധുരത്തിൽ കുടിക്കുന്ന ചായ പിറ്റേ ദിവസം ഞാൻ നല്ലോണം മധുരം ഇട്ട് കുടിക്കുന്ന ഒരാളാണ്. സപ്പോസ് ഷുഗർ വന്നാലോ പിന്നെ മധുരം ഇട്ട് കുടിക്കാൻ പറ്റത്തില്ല. എടാ ലൈഫ് അങ്ങനെയാടാ. ഇന്ന് വേറെ നാളെ വേറെ, എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല. പല പല ദിവസങ്ങൾ പല ടൈപ്പായിരിക്കും. ഇന്നിപ്പോൾ ഞാനുണ്ടാവും, നാളെ ഞാനുണ്ടാവില്ല. ഇന്ന് നിങ്ങളുണ്ടാവും, നാളെ നിങ്ങളുണ്ടാവില്ല. ലൈഫാടാ, ലൈഫ് അങ്ങനെയാടാ. എടാ ഒരാൾ കരഞ്ഞ് സെൻറ്റി അടിക്കാൻ നല്ല സുഖമാണ്. അതെനിക്കും പറ്റും. എനിക്ക് ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് നല്ലോണം ഇരുന്ന് കരഞ്ഞ് എൻ്റെ ഫീലിങ്സ് എനിക്ക് പൊട്ടിക്കരഞ്ഞ് എനിക്ക് തീർക്കാൻ നല്ലോണം അറിയാം. എൻ്റെ കുട്ടീനെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എനിക്കിരുന്ന് കരയാനറിയാം. എന്തെങ്കിലും സെൻറ്റി അടിച്ച ആളുകൾ എൻ്റെ അടുത്തേക്ക് വരില്ല എന്നാണോ? നല്ലോണം വരും. ആളുകൾ എൻ്റെ കൂടെ തന്നെ വരും. എത്ര തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വീഡിയോയിൽ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരും. ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു ഡ്രാമ കളിച്ച് ഓരോരുത്തരുടെ സ്നേഹം പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയായിരിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനതിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ, ഷഫ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ഷഫ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പെണ്ണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഷഫ തന്നെ ഖാദർ കരിപ്പോടിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മെഹനാസിൻ്റെ ക്രൂരത കാരണം മെഹനാസ് പ്രഗ്നൻ്റ് ആയിരിക്കും എന്നെ ചവിട്ടിയിട്ടു. അതായത് എന്നെ നല്ലോണം ആക്രമിച്ചു മെഹനാസ്. അങ്ങനെ ഒരുത്തൻ നല്ലോണം ആക്രമിക്കുമ്പോൾ ഈ പെണ്ണ് ഒരു പക്ഷേ ഈ ലല്ലുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. ലല്ലു അതിനെ മുതലാക്കിയതാണെങ്കിലോ, നീ വാട്, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവളെ നിർബന്ധിച്ചിട്ട് ശാരീരികമായി ബന്ധപ്പെടുമോ, അല്ലെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിനെങ്കിലോ, ഇതുള്ളതാണെങ്കിൽ. ഇല്ലാത്തതാണെന്ന് എനിക്കറിയില്ല. ഷാഫ ലൈവിൽ പറയുന്നുണ്ട് അതെൻ്റെ മാലയല്ല വേറെ മാല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില യൂട്യൂബേഴ്സിനോടൊരു കാര്യം പറയുകയാണ്, പൊന്നു മനുഷ്യന്മാരെ, വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇങ്ങനെയുള്ള വിഷയം നിങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇത്തിരിയെങ്കിലും മാന്യതയോട് സംസാരിക്കണ്ടേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികളുടെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനിട്ട് പോച്ചൊന്നു നമുക്കുമില്ല ലൈഫ്. നമുക്ക് പെണ്ണ് കേസ് വേണ്ട മോനെ, വേറെ എന്തെങ്കിലും ഒരു കേസ്. ഇപ്പോൾ കർമ്മ എന്ന് പറയുന്നത് പെട്ടെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഇത്തിരിയെങ്കിലും സൂക്ഷിക്കണം. വേറെ എന്ത് കേസ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചാമ്പിക്കോ, ഇത്തരത്തിലുള്ള കാര്യം ഇത്തിരിയെങ്കിലും സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.